നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി. UGC ചട്ടം പാലിച്ചില്ല, VC-മാർ അയോഗ്യരാണെന്ന നിലപാടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. UDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിവാദപരമായ പൗരത്വ ഭേദഗതി നിയമം അടുത്ത മാസം മുതൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. മതപരമായ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഉത്തരേന്ത്യൻ മലയാളി കന്യാസ്ത്രീയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു. വാർത്തകൾ വിശദമായി. നടിയെ തട്ടിക്കൊണ്ടുപോയി അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് സർക്കാരിന്റെ ഹർജിയിൽ വിധി പറഞ്ഞത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു സർക്കാരിന്റെ ആരോപണം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും തള്ളിയിരുന്നു. തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണ് എന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിചാരണ കോടതി 259 പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞെന്നും ഇനി വിസ്തരിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരെ താൻ സ്വാധീനിക്കുമെന്ന് കരുതാൻ ന്യായമില്ലെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണം നടത്തിയ ജില്ലാ സെഷൻസ് ജഡ്ജിക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് K ബാബുവിന്റെ ഉത്തരവ്. ജനുവരി തുടക്കത്തിലാണ് ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. കാലിക്കറ്റ് ഡിജിറ്റൽ സംസ്കൃത ഓപ്പൺ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ അയോഗ്യരാണെന്ന നിലപാടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. VC-മാരുടെയും പ്രതിനിധികളുടെയും ഹിയറിംഗിനു ശേഷമാണ് ഗവർണർ ഈ നിലപാടിലെത്തിയത്. നിയമനത്തിന് UGC ചട്ടങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ VC-മാർ അയോഗ്യരാണെന്ന് UGC പ്രതിനിധിയും ഹിയറിംഗിൽ നിലപാടെടുത്തിരുന്നു. ഗവർണറുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് രാജ്ഭവൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണർ അയോഗ്യരാക്കിയാലും VC-മാർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. ഓപ്പൺ സർവകലാശാല VC മുബാറക് പാഷയുടെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്നും ഗവർണർ തീരുമാനിച്ചു. ഗവർണർ വിളിച്ച ഹിയറിംഗ് ഓപ്പൺ സർവകലാശാല VC ഹാജരായിരുന്നില്ല. ഡിജിറ്റൽ സർവകലാശാലയുടെ VC-യും കാലിക്കറ്റ് VC-യുടെ അഭിഭാഷകനും നേരിട്ട് ഹാജരായിരുന്നു. സംസ്കൃത സർവകലാശാല VC-യുടെ അഭിഭാഷകൻ ഓൺലൈനിലൂടെയും ഹാജരായി. കാലിക്കറ്റ് VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ VC-മാരെ UGC പ്രതിനിധി കൂടാതെ ആദ്യ VC-മാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് VC പദവി അയോഗ്യമാക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടി ഗവർണർ നോട്ടീസ് നൽകിയത്. ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള, MG, കുസാറ്റ്, മലയാളം VC-മാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചിരുന്നു. അതേസമയം KTU, കണ്ണൂർ, ഫിഷറീസ് VC-മാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടമാവുകയായിരുന്നു. ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സംസ്കൃത സർവകലാശാല VC ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തുവെങ്കിലും സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു. പിഴ ഈടാക്കേണ്ടി വരുമെന്ന് കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അപ്പീൽ പിൻവലിക്കുകയായിരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കോളേജിലെ SFI നേതാക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് അച്ഛൻ ജയപ്രകാശ്. സഹപാഠികൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നുമാണ് SFI യൂണിറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതെന്നാണ് ജയപ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതികളെ CPM സംരക്ഷിക്കുകയാണെന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ ആരോപണം. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പഠനത്തിലും കലാപരിപാടികളിലും മിടുക്കനായ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് നെടുമങ്ങാടുള്ള വീട്ടുകാർ. വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികളായ SFI നേതാക്കൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് സഹപാഠികൾ തന്നെ അറിയിച്ചതെന്ന് അച്ഛൻ പറയുന്നു. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15-ന് വീട്ടിലേക്ക് വരാൻ ട്രെയിൻ കയറിയിരുന്നു. ഇതിനിടെ ഒരു സഹപാഠി ആവശ്യപ്പെട്ട പ്രകാരം തിരിച്ചുപോയെന്നാണ് സിദ്ധാർത്ഥൻ പറഞ്ഞതെന്ന് അമ്മ പറയുന്നു. എന്നും ഫോണിൽ നന്നായി സംസാരിക്കുന്ന മകൻ തിരിച്ചുപോയ ശേഷം കാര്യമായൊന്നും സംസാരിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈത്തിരി പോലീസ് 12 പേർക്കെതിരെയാണ് കേസെടുത്തത്. റാഗിംഗ്, ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ തുടങ്ങി വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതികളെ CPM സംരക്ഷിക്കുകയാണെന്നാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ആരോപണം.
സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. വിവാദമായ പൗരത്വ ഭേദഗതി നിയമം അടുത്ത മാസം മുതൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. 3 അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള പ്രത്യേക വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന നിയമം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കുമെന്ന് BJP നേതാവ് ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. പൗരത്വ രജിസ്ട്രേഷനുള്ള ഓൺലൈൻ പോർട്ടൽ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ ട്രയൽ റൺ നടക്കുന്നതായാണ് വിവരം. കഴിഞ്ഞ 2 വർഷത്തിനിടെ 30 ജില്ലാ മജിസ്ട്രേറ്റർമാർക്കും 9 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും പരിശോധനകൾക്ക് ശേഷം പൗരത്വം നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. CAA നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത് മറികടക്കാനാണ് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് കുടിയേറിയ ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക. 2019 പാസാക്കിയ നിയമത്തിനെതിരെ വൻതോതിൽ പ്രക്ഷോഭം ഉയർന്നിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. പൗരത്വം നൽകുന്നതിനായി മതം പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇതിന് തൊട്ടുമുൻപ് അവതരിപ്പിച്ച NRC, NPR എന്നിവ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. മതപരമായ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ കന്യാസ്ത്രീയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ടുറ രൂപത. ഇക്കാര്യം ആസാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രൂപത സഹായമെത്രാൻ ജോസ് ചിറക്കൽ വ്യക്തമാക്കി. സിജുവിലെ സെയിന്റ് ജോൺസ് ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന സിസ്റ്റർ റോസ്മേരി ഫെബ്രുവരി 17 ദുദ്നോയിൽ നിന്ന് ഗോൾപ്പാറയിലേക്ക് പോകുമ്പോഴാണ് അധിക്ഷേപമുണ്ടായത്. ബസ് കണ്ടക്ടറും ചില യാത്രക്കാരും മതപരമായ വിശ്വാസത്തിന്റെ പേരിൽ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുകയും ഒറ്റപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്തി ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയുമായിരുന്നു. ദുദ്നോയ് വരെയുള്ള യാത്രാക്കൂലി നേരത്തെ നൽകിയിരുന്നെങ്കിലും ഗോൾപ്പാറയിലെത്താൻ മറ്റൊരു ബസ്സിൽ കയറാൻ കന്യാസ്ത്രീ നിർബന്ധിതയായിരുന്നു. സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മേഘാലയ സംസ്ഥാന വനിതാ കമ്മീഷൻ ആസാം സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. UDFൽ സീറ്റ് വിഭജനം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗിന് 3-ാം സീറ്റില്ല, പകരം രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന അടുത്ത സീറ്റ് ലീഗിന് നൽകാൻ ധാരണയായെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ 16 സീറ്റുകളിൽ മത്സരിക്കും. ഓരോ സീറ്റിൽ വീതം കേരള കോൺഗ്രസും RSPയും മത്സരിക്കും. ഇതേ തുടർന്ന് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെയും കൊല്ലത്ത് NK പ്രേമചന്ദ്രനെയും സ്ഥാനാർത്ഥികളായി അതാത് പാർട്ടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ്. അത് മുസ്ലിം ലീഗിന് കൊടുക്കും. അത് കഴിഞ്ഞ് ഒഴിവ് വരുന്ന സീറ്റ് കോൺഗ്രസ് എടുക്കും. UDF ഭരണത്തിൽ വരുമ്പോഴൊക്കെ 3 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് ലീഗിനുമാണ് ലഭിക്കാറുള്ളത്. അധികാരത്തിൽ വന്നാൽ ആ ഫോർമുല ഉറപ്പാക്കും, സതീശൻ പറഞ്ഞു. 3ാമതൊരു ലോക്സഭാ സീറ്റ് ലീഗ് ആഗ്രഹിച്ചിരുന്നു. അത് കൊടുക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിന് സാധിച്ചില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗ് നിലവിലുള്ള പൊന്നാനി, മലപ്പുറം സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കും. ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിൽ അട്ടിമറി നടന്നതോടെ പ്രതിസന്ധിയിലായ സർക്കാരിനെ സംരക്ഷിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പാർട്ടിയിൽ മുതിർന്ന നേതാക്കളായ DK ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയുമാണ് വിമത MLA-മാരെ അനുനയിപ്പിക്കാനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മന്ത്രിയും PCC അധ്യക്ഷ പ്രതിഭ സിംഗിന്റെ മകനുമായ വിക്രമാദിത്യ സിംഗ് ഇന്ന് സ്ഥാനം രാജിവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ ജയമുറപ്പിച്ചിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വി അപ്രതീക്ഷിതമായി തോറ്റിരുന്നു. കോൺഗ്രസിന് ഉറച്ച ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് പാർട്ടിയുടെ 6 MLA-മാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രരും കൂറുമാറിയതോടെയാണിത്. ഇതിനു പിന്നാലെ സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കെതിരെ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെയാണ് വിമത MLA-മാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് വിമതർ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിലെ 26 MLA-മാർക്കും ഇതേ ആവശ്യമുണ്ടെന്നും വിമതർ അവകാശപ്പെടുന്നു. മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ ചരടുവലികളാണ് ഹിമാചലിലെ അട്ടിമറിക്ക് പിന്നിലെന്നാണ് സൂചന. ഇത് തിരിച്ചറിഞ്ഞാണ് ആനന്ദ് ശർമ്മയുമായി അടുപ്പമുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡയെ അനുനയത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. സുധീർ ശർമ്മ, രാജേന്ദർ റാണ എന്നീ 2 MLA-മാരാണ് വിമതർക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം വിമതരെ അയോഗ്യരാക്കണമെന്നാണ് സുഖ വിഭാഗത്തിന്റെ ആവശ്യം.
ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ BJP MLA-മാർക്കൊപ്പം ഹിമാചൽ ഗവർണർ ശിവ്പാൽ ശുക്ലയെ കണ്ടിരുന്നു. കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. 68 അംഗ ഹിമാചൽ നിയമസഭയിൽ കോൺഗ്രസിന് 40 MLA-മാരാണുള്ളത്. 3 സ്വതന്ത്രരും സർക്കാരിനെ പിന്തുണച്ചിരുന്നു. BJPക്ക് 25 MLA-മാർ മാത്രമാണുണ്ടായിരുന്നത്. കോൺഗ്രസിനുള്ളിലെ തർക്കം തിരിച്ചറിഞ്ഞ BJP ഇവിടെ ഒഴിവ് വന്ന ഏക രാജ്യസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് വിട്ടെത്തിയ ഹർഷ് മഹാജനെ നിയോഗിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ 6 MLA-മാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രരും കൂറുമാറിയതോടെ സിക്വിക്കും ഹർഷ് മഹാജനും 34 വോട്ടുകൾ ലഭിച്ചു. തുടർന്ന് നറുക്കെടുപ്പിലാണ് ഹർഷ് മഹാജൻ വിജയിയായത്. പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച വാഹനത്തിൽ ചെന്നൈയിൽ നിന്ന് തലസ്ഥാനത്തെത്തിയ NIA കേസിലെ പ്രതിയും കൂട്ടാളികളും റിമാൻഡിൽ. വ്യാജരേഖ ചമച്ച കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശി സാദിഖ് പാഷയും ഒപ്പമുണ്ടായിരുന്ന 3 പേരുമാണ് റിമാൻഡിലായത്. NIA രജിസ്റ്റർ ചെയ്തതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി സാദിഖ് പാഷയും സംഘവും കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. സാദിഖ് പാഷ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് തമിഴ്നാട്ടിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പോലീസുകാരെ തോക്കു ചൂണ്ടിയ കേസിൽ അടുത്തിടെ റിമാൻഡിലായി. ആ കേസിൽ ജാമ്യം നേടിയാണ് കേരളത്തിലേക്ക് എത്തിയത്. IS, അൽ-ഖായിദ എന്നിവയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചതായും NIA കണ്ടെത്തിയിരുന്നു. നൂറുൽ ഹാലിഖ്, ഷാഹുൽ ഹമീദ്, നാസർ എന്നിവരാണ് പാഷയ്ക്കൊപ്പം റിമാൻഡിലായവർ. ഇവരും തമിഴ്നാട് സ്വദേശികളാണ്. ഇവർക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെന്ന പ്രാഥമിക വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സാദിഖ് പാഷയുടെ ഭാര്യയുടെ വീട് വട്ടിയൂർക്കാവിലാണ്. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഭാര്യയുമായി ഒത്തുതീർപ്പിന് ചർച്ചയ്ക്ക് എത്തിയതായിരുന്നു. ഒപ്പം പോകാൻ ഭാര്യയ്ക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ വാക്കുതർക്കമായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. സാദിഖിനൊപ്പം ഉണ്ടായിരുന്ന ആളുടെ സഹോദരൻ തമിഴ്നാട് പോലീസിലാണെന്നും ഈ പോലീസുകാരന്റെ വാഹനത്തിലാണ് സ്റ്റിക്കർ പതിച്ചിരുന്നതെന്നുമാണ് പിടിയിലായവരുടെ മൊഴി. വാഹന ഉടമയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. സ്വകാര്യ വാഹനത്തിൽ സ്റ്റിക്കർ പതിച്ചിരുന്നതിനാൽ കേസെടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ അധിനിവേശം 3ാം വർഷത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ യുക്രൈനിൽ പാശ്ചാത്യ സൈന്യം ഇറങ്ങിയേക്കുമെന്ന സൂചന നൽകി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. എന്നാൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ പദ്ധതിയില്ലെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു. യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കുമായി യുദ്ധത്തിൽ റഷ്യയെ പരാജയപ്പെടുത്തിയേ തീരുവെന്ന് യുക്രൈൻ പ്രശ്നം പാശ്ചാത്യ നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം മാക്രോൺ പറഞ്ഞു. യുക്രൈനിലേക്ക് കരയുദ്ധത്തിന് സൈന്യത്തെ അയക്കുന്ന കാര്യം തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സമവായത്തിലെത്തിയിട്ടില്ല. യുക്രൈന് പടക്കോപ്പുകൾ നൽകുന്നതിനായി പുതിയ സഖ്യമുണ്ടാക്കുമെന്നും മാക്രോൺ പറഞ്ഞു. 24 യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണാധികാരികളും ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രിയും US, കാനഡ എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 15 പ്രതികളിൽ 1 മുതൽ 4 വരെയുള്ള പ്രതികളായ നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലാം എന്നിവരാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. കേസ് മാർച്ച് 13-ന് വീണ്ടും പരിഗണിക്കും. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. ഈ സാഹചര്യത്തിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി 15 പ്രതികൾക്കും നോട്ടീസ് അയച്ചിരുന്നു. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് 2023 ഡിസംബർ 19-ന് രാവിലെയാണ് കൊല്ലപ്പെടുന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ പ്രതികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് വിലയിരുത്തിയാണ് കോടതി 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.